എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചുവട് കട്ടിയുള്ള നല്ലൊരു പാൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഷുഗർ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ, അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തെപ്പോഴും ആളുണ്ടായിരിക്കുകയും വേണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അനക്കൊന്നും വേണ്ട കേട്ടോ, അത് തന്നെ അങ്ങോട്ട് ആയി നല്ല ലൂസായിട്ട് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി പോയതാണ്. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതാ എല്ലാം ഇതുപോലെ ആ ഷുഗറൊക്കെ നല്ലപോലെ ഒന്ന് ക്യാരമലായിട്ട് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്യാരമലൊന്ന് നല്ലപോലെ ഇങ്ങനെ കട്ടയായി പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ആ ഒരു എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് വരുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ലൂസായിട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിനകത്ത് 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. ഇതിപ്പം എല്ലാം കൂടെ ഒന്ന് തിളച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയ പോലെ ഉണ്ടാവും. പക്ഷേ ഇത് ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. പക്ഷേ ഒരുപാട് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരുപാട് തിക്കാകാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത്. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ക്യാരമൽ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഈ പുഡിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് കേക്കിൽ സ്റ്റിഫ് ആവുന്ന പോലെ ഒത്തിരി അങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റിഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല വിപ്പിംഗ് ക്രീം. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വീപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം എൻ്റെത് ആ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ആ ഒരു പകുതി കാരമൽ സിറപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ ഒരു കാരമലിൻ്റെ സിറപ്പും ആ ഒരു എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിയുമ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നും കൂടെ ഒന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കാരമൽ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു എക്സ്ട്രാ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കാരമൽ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബൗൾ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബീറ്ററിൻ്റെ ബ്ലേഡിൻ്റെ 2 ഉടമസ്ഥയിൽ ഒരാളാണ് കേട്ടോ ഇത്. ഒരാൾ ഇവിടെ ഇല്ല അടുത്ത്, അതുകൊണ്ടാണ് കേട്ടോ ആളെ കാണിക്കാത്തത്. അതായാലും അവൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബൗളിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ബേക്കറികളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു വാനിലേൻ്റെ ഈ ഒരു ഫ്ലേവറിലുള്ളൊരു കേക്ക്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 2 എഗ്ഗ് വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലൊരു ബേസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ബേക്കറിയിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ കേക്ക് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില ഫ്ലേവറിലുള്ളതാണ് കേട്ടോ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ലെയർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡിൽ എത്താത്തതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമാണ് അത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ജസ്റ്റ് ഇട്ടുവെന്നേ ഉള്ളൂ. പൈപ്പിംഗ് ബാഗ് വേണമെന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊരു ലെയറിലായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നേർ പാകതിയും കൂടെ ആക്കിയാൽ കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിക്നെസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് അത് 2 ആക്കിയാൽ നമുക്ക് 2 ആയിട്ട് വെച്ച് കൊടുക്കാം. അത്രയും തിക്നെസ് ആണെങ്കിലും മതി. അപ്പോൾ ഇതുവാകുമ്പം കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നു.
അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ മുകളിലിടുന്ന ലെയർ ഇതുപോലെ ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് അത്രയും ഒരു ഭയങ്കര തിന്നായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമുക്ക് വീണ്ടും ആ ഒരു കേക്കിൻ്റെ 2 പാക്കറ്റാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ലെയറും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പകുതി ക്യാരമൽ ഒരു സിറപ്പായിരുന്നു നമ്മൾ ഇതിനകത്തേക്കൊന്ന് ക്യാരമൽ സോസ് ഇട്ടോ ഇതിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഇതുപോലെ ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്പൂണിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ലെയറായിട്ടും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിനകത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ലെവലായിട്ട് അങ്ങോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. മറ്റേതാകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ക്യാരമൽ സോസ് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യാനും പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രാപ്പർ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡ് ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഫില്ലാവാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മളിതാ ഇവിടെ ലെവലാക്കി ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പകുതിയാണ് നമ്മൾ ക്യാരമലിൻ്റെ ആ ഒരു സിറപ്പ് സോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു പാക്കിംഗ് ബാഗിനകത്തോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലുള്ള ആ ഒരു കറക്റ്റ് ഡിസൈനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചും കൂടെ കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ തന്നെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഈ ഇങ്ങനെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തണുപ്പിക്കണമെന്നൊന്നുമില്ല, ഈ രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തണുപ്പിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു കേക്ക് ഏറ്റവും അടിയിലത്തെ ലെയർ നല്ലപോലെ ഒന്ന് കട്ടിയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ആ ഒരു കേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. അതാകുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഞാനത് ഏതായാലും നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ പുഡിങ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.